ഫ്രണ്ട്സ്, ഞാൻ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി പഠിക്കുന്ന ഒരു സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ ചേർന്നത് 2015 ജൂലൈ ഏകദേശം സെക്കൻഡ് വീക്കിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അഡ്മിഷൻ എടുത്ത ടൈമിൽ നമുക്ക് തന്ന ഫീ സ്ട്രക്ചറാണ് ഇത് വന്നത്. ഇതിൽ ടോട്ടൽ വരുന്നത് 2,01,800 ആണ്. ആദ്യം ട്യൂഷൻ ഫീ 75,000, പിന്നെ വരുന്നത് വാല്യൂ അഡീഷൻ ഫീ എന്ന് പറഞ്ഞിട്ടാണ് 10,000 റുപ്യാണ് വാല്യൂ അഡീഷൻ ഫീ എടുത്തത്. ഇതിന്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വാല്യൂ അഡീഷൻ ഫീയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് നമുക്കോരോന്ന് നോക്കാം. ആദ്യം സ്പോർട്സ് ആൻഡ് ആർട്സ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇന്റർനെറ്റ് സർവീസ്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ്, ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ്, ക്യാമ്പസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ. സ്പോർട്സ് ആൻഡ് ആർട്സ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് സ്പോർട്സ് ആൻഡ് ആർട്സ് ഉണ്ടായിരുന്നു, ഭയങ്കരമായിരുന്നു സ്പോർട്സ് ആൻഡ് ആർട്സ്. സ്പോർട്സ് ആൻഡ് ആർട്സ് എന്ന് പറയുമ്പോൾ ഒരു ദിവസമാണ് സ്പോർട്സും ആർട്സും ഉണ്ടാവും. ഉച്ച വരെ സ്പോർട്സ്, ഉച്ച കഴിഞ്ഞിട്ട് ആർട്സ്. അതാണ് സ്പോർട്സ് ആൻഡ് ആർട്സ് ഇവിടുത്തെ. പിന്നെ സെയിം ടൈമൊക്കെ വീട്ടിൽ പോവാം. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ്സും വെച്ചു വരും. ഒരു ദിവസത്തിന്റെ സ്പോർട്സ് ആൻഡ് ആർട്സ്. പിന്നെ ഉള്ളത് ഇന്റർനെറ്റ് സർവീസ്. ഇവരെ ആദ്യം ഒരു ബ്രോഷർ വരില്ലേ, ബ്രോഷർ നോക്കിയാൽ കാണാം 32 Mbps ubiquitous വൈഫൈ അക്രോസ് ദ ക്യാമ്പസ് ആൻഡ് ഹോസ്റ്റൽസ്. അപ്പോൾ പറയുന്ന ഒരു എത്ര കട്ട സ്പീഡിലെ വൈഫൈ ആണ് എല്ലാവിടെയും കിട്ടുമെന്ന്. എനക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ഫോൺ കോളേജിലേക്ക് കൊണ്ടുവരാം. കോളേജിലേക്ക് കൊണ്ടുവരാന്ന് പറയുമ്പോൾ കോളേജിലേക്ക് ഫോൺ കൊണ്ടുവന്നാൽ ഡേ സ്കോളേഴ്സിനാണെങ്കിൽ 9 മണിക്ക് മുമ്പ് അവിടുത്തെ റിസപ്ഷനിൽ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യണം. എന്നിട്ട് അതിന്റെ ടോക്കൺ തരും. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഫോൺ ഉപയോഗിച്ചേ കൂടാ, അവിടെ സ്മാർട്ട് ഫോൺസ് അലോഡല്ല. അപ്പോൾ ഇനി ടോർച്ച് സെറ്റും അങ്ങനത്തെ സെറ്റ് ചെയ്യില്ല, അതിൽ വൈഫൈ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഡേ സ്കോളേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ 9 മണിക്ക് മുമ്പ് റിസപ്ഷനിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ട് 4:10 ശേഷം മാത്രമേ അത് അവിടെ നിന്ന് എടുക്കാൻ കഴിയൂ. അഥവാ നമുക്ക് ഉച്ചയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ നമുക്ക് HODന്റെ അടുക്ക പോയി, പിന്നെ ട്യൂട്ടറിന്റെ അടുക്ക ആദ്യം പോയി, പിന്നെ HODന്റെ അടുക്ക പോയി ലെറ്ററൊക്കെ എഴുതി സൈനൊക്കെ മേടിച്ചിട്ട് അതുകൊണ്ട് റിസപ്ഷനിൽ കാണിച്ചാലേ നമുക്ക് പിന്നെ ഫോൺ തിരിച്ചു കിട്ടൂല. അഥവാ 4:10 മുമ്പേ ആയിട്ട് നമ്മളെടുക്ക ഫോൺ കിട്ടി അത് നമ്മളെടുക്കുന്ന പിടിച്ചാൽ ആ ഫോൺ പിന്നെ നമുക്ക് 4 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടൂല. അതായത് നമ്മൾ ഇവിടുന്ന് പാസ് ഔട്ടായി പോകുന്ന സമയത്ത് മാത്രം തിരിച്ചു കിട്ടും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫോൺ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ആലോചിക്കാം, ഈ 4 കൊല്ലം യൂസ് ചെയ്യാത്തൊരു ഫോണ് അത് 4 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് പിന്നെ ഒന്നിനും കൊള്ളൂല. പിന്നെ ഇവിടെ പ്രോജക്ടസ് ഒക്കെ കണ്ടു. പിന്നെ വരുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ്. ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് എന്നാണ് നമുക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. ഇനി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന സ്പെഷ്യൽ ക്ലാസ്സും റെമഡിയൽ എല്ലാമൊന്നും അറിയില്ല, അതിനാണ് പൈസ. പിന്നെയുള്ളത് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ്. ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റിലാമോ ഓറിയന്റേഷൻ വരുന്നത്. ഓറിയന്റേഷൻ മറ്റൊരു പരിപാടി ഉണ്ട്, അത് കുറെ ആൾക്കാർ വരും, എനിക്ക് കുറച്ച് മോട്ടിവേഷൻ ക്ലാസ്സസ് എടുക്കും, പോകും. പ്ലേസ്മെന്റിന്റെ കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ക്യാമ്പസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷെ ഇതെന്നാണെന്ന് എനിക്കൊരു പിടിയുമില്ല. പിന്നെ അതിൽ കൊടുത്തിരുന്നു നീഡി സ്റ്റുഡൻസ് ഡെപ്പോസിറ്റ് ഓഫ് ഇതൊക്കെ ബാങ്കിൽ നിന്ന് അറേഞ്ച് ചെയ്യുന്നു. ഇതിന് ഇപ്പൊ നമുക്ക് 2 ലക്ഷം ഒരുമിച്ച് കൊടുക്കുന്നൊക്കെ കുറച്ച് കഷ്ടമാണ്. അപ്പോൾ ലോൺ വേണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഒരു സിൻഡിക്കേറ്റ് ബാങ്കിന്റെ ബ്രാഞ്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ലോൺ കിട്ടും. ഒരു 2-3 മാസം ലോണിന്റെ ബാക്കിൽ നടന്നാൽ മതി, ലോൺ ചിലപ്പോൾ കിട്ടി വരും. പിന്നെ നമുക്ക് ഇത് 2015-16 ഫീ സ്ട്രക്ചർ. ഇനി 2016-17 ഫീ സ്ട്രക്ചറാണിത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ 1 ലാഖിന്റെ കോഷൻ ഡെപ്പോസിറ്റ് ഒക്കെ കഴിച്ചാൽ ബാക്കി 89,250 റുപ്പീസാണ് ടോട്ടൽ ഫീസ് ആയിട്ട് വരുന്നത്. അതിൽ ട്യൂഷൻ ഫീ 75,000, പിന്നെ യൂണിവേഴ്സിറ്റി ആൻഡ് ഇന്റേണൽ എക്സാം ഫീ 3,600. പിന്നെ ഇവിടെ ആദ്യ വാല്യൂ അഡീഷൻ ഫീ എടുത്തിട്ടുണ്ട് 10,000 റുപ്യ. ഈ വാല്യൂ അഡീഷൻ ഫീനെ കുറിച്ചാണ് നമുക്ക് മെയിനായിട്ട് പറയുന്നത്. ഇവിടെയും വാല്യൂ അഡീഷൻ ഫീ നേരത്തെ എടുത്തതിന്റെ അതന്നെയാ തോന്നുന്നു. ഇപ്പോൾ ഫസ്റ്റുള്ളത് സ്പോർട്സ് ആൻഡ് ആർട്സ് ആയിരുന്നു. ഒരു ഇക്കൊല്ലം KTU ഗെയിംസ് വെച്ചിട്ടുണ്ടായിരുന്നു, KTU ഓൾ കേരളയായിട്ട് ഗെയിംസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ കോളേജിൽ നമുക്ക് 4 ഇന്റേണൽ എക്സാംസ് ഉണ്ട്. KTU സജസ്റ്റ് ചെയ്യുന്ന 2 ഇന്റേണൽ എക്സാംസ് നടത്താനുണ്ടാവും മാൻഡേറ്ററി ആയിട്ട്, പക്ഷെ നമുക്ക് 4 ഇന്റേണൽ എക്സാം നടത്തും.
ഈ പ്രിൻസിപ്പാളിന് ഈ KTU ഗെയിംസിന്റെ ഡേറ്റ് ഒക്കെ നേരത്തെ കിട്ടി. എന്നിട്ടും പ്രിൻസിപ്പാള് ഈ ഫോർത്ത് ഇന്റേണൽ എക്സാം കറക്റ്റ് KTU ഗെയിംസ് ആയിട്ട് സിങ്ക് ചെയ്യുന്ന രീതിയിൽ വെച്ചു. എന്നിട്ട് നമുക്ക് ഗെയിംസിന് പോവാൻ വിട്ടിട്ട് നമുക്ക് ഒരു ഇവന്റിന് നമ്മൾ പോയിട്ടാണ് ഗെയിംസ് നമ്മൾ ടീമാക്കിയിട്ട് നമുക്ക് ഗെയിംസ് ഒന്നും നമുക്ക് അറിയേയില്ല. നമ്മൾ ഗ്രൗണ്ട് വരെ കണ്ടിട്ടാ തോന്നുന്നു. ഈ ഡേസ്കോളൊന്നും ഇതുവരെ ഗ്രൗണ്ട് കണ്ടിട്ടാ. ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് എടുക്കുന്ന പൈസ ചിലപ്പോ ഗ്രൗണ്ടിന് കാട് വൃത്തിയാക്കാനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അമ്മ ഇതുവരെ കളിക്കാമെന്ന് പോയിട്ട് നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല ഗെയിംസ്. അപ്പൊ അതിന് വിട്ടിട്ട് എന്നിട്ട് അതിനെതിരെ നമ്മൾ ഒരു ചെറിയ രീതിയിൽ നമ്മൾ പ്രതിഷേധം നടത്തി. എന്നിട്ട് പ്രിൻസിപ്പാള് വിളിച്ചിട്ട് നമുക്ക് ഉറപ്പാണ് നമുക്ക് രണ്ടാമത് ഗെയിംസ് നടത്തും. പക്ഷേ അതുമായിട്ട് ഇതുവരെ നമ്മളോട് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല. എപ്പാ നടത്തുക, എങ്ങനെ നടത്തുക ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ രണ്ടാമത് വരുന്ന ഇന്റേണൽ സർവീസ്. നമുക്കിവിടെ ഇന്റേണൽ സർവീസ് എന്ന് പറയാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ഥിതി ഇപ്പം. പക്ഷെ ഇപ്പം നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ പണ്ട് റിസപ്ഷനിലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെ വെച്ചാൽ ഫോണ് റേസ് കോളേഴ്സിന്റെ ബസ്സിന്റെ ഉള്ളിൽ തന്നെ കോളേജിലെത്തുന്നതിന് മുന്നിൽ ഒരു ബാഗിൽ ഫോൺ കളക്ട് ചെയ്യും. എന്നിട്ട് ആ ഫോണ് മെയിൻ ഗേറ്റിന്റെ അവിടെ സെക്യൂരിറ്റിന്റെ അവിടെ വെക്കും. പിന്നെ ഉള്ളിലേക്ക് കടത്തി വിടും. പോകാനാകുമ്പോൾ ഗേറ്റിന്റെ അവിടെ നിന്ന് ഫോൺ എടുത്തിട്ട് വരും. പിന്നെ ഈ 4:10 വിട്ട് 4:12 ബസ്. പണ്ടത്തെ കാര്യങ്ങളിൽ 4:12 ബസ് വിടും കോളേജിൽ നിന്ന്. അപ്പോ പണ്ട് റിസപ്ഷനിൽ വെക്കാൻ കഴിയുന്നു. റിസപ്ഷനിൽ ഈ ഫോൺ എടുത്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റെങ്കിലും എടുക്കും ഫോൺ സ്വിച്ച് ഓൺ ആയി വരാൻ. ഇനി 2 മിനിറ്റിനുള്ളിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് തന്നെ എടുക്കും. അപ്പോ കോളേജ് വൈഫൈ ആക്സസ് ചെയ്യാൻ നമുക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം കോളേജ് വൈഫൈ ആക്സസ് ചെയ്ത് വൈഫൈന്റെ പാസ്വേഡ് അടിക്കാം, പിന്നെ നമ്മളെ യൂസർ നെയിം അടിക്കാം, പിന്നെ നമ്മളെ പാസ്വേഡ് എടുക്കാം. എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണം വൈഫൈ കിട്ടാൻ. അത് ഒരു ദിവസം ഒരു കുട്ടിക്ക് 500 MB വരെ എടുക്കാം. ഇതൊക്കെ ഈ 500 MB പോയിട്ട് 5 KB യൂസ് ചെയ്യാൻ പറ്റുന്ന സമയം പോലും നമുക്കിവിടെ കിട്ടുന്നില്ല. പിന്നെ പറയാൻ നമ്മള് കമ്പ്യൂട്ടർ വഴി ഉപയോഗിക്കുന്നില്ലേ, അതായത് കാഡ് ലാബ് ഒക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ഉപയോഗിക്കുന്നില്ലേ. നമുക്ക് ഒരു ദിവസം 3 ബ്രേക്ക് കിട്ടും. ഒന്ന് 10 മിനിറ്റിന്റെ ലൂ ബ്രേക്ക്, പിന്നെ ഒരു ലഞ്ച് ബ്രേക്ക്, പിന്നെ ഒരു 10 മിനിറ്റിന്റെ ടീ ബ്രേക്ക്. ഈ 10 മിനിറ്റിന്റെ ബ്രേക്കിൽ പുറത്തിറങ്ങുകയെന്ന് വെച്ചാൽ വലിയ വിഷമമാണ്. അതായത് 5 മിനിറ്റ് എന്തായാലും ആ ടീച്ചർ വരും, പോയിട്ട് കളയും. പിന്നെ 5 മിനിറ്റ് ഒന്ന് മുഖം കഴുകാൻ പോയിന്ന് വെച്ചാൽ തിരിച്ചു തരാൻ വൈകിയാൽ ആ പീരീഡത്തെ അറ്റൻഡൻസ് പോകും. പിന്നെ 100 രൂപ ഫൈൻ അടക്കും വേണം. അപ്പൊ അത് വലിയ റിസ്കിന്റെ കാര്യം. പിന്നെ ലഞ്ച് ബ്രേക്കിൽ നമ്മളെ എന്തെങ്കിലും ഓഫീസ് വർക്ക് ഉണ്ടെങ്കിൽ അത് കഴിച്ച് അസൈൻമെന്റ് ഒക്കെ എഴുതി എന്നിട്ട് ഒരു അരമണിക്കൂർ ബാക്കി വെച്ചാൽ അത് നമ്മള് കേരളത്തിൽ നമ്മൾ ആകെ പോകുന്ന ലീവ് അപ്ലൈ ചെയ്യാണ്. ഇപ്പൊ ഫുൾ ഓൺലൈൻ ആണല്ല, അപ്പൊ ലീവ് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനാണ്. നമ്മളെ കോളേജിലെ എല്ലാ കമ്പ്യൂട്ടറിലും 3 സൈറ്റാണ് മെയിനായിട്ട് കിട്ടുക. ഗൂഗിൾ കിട്ടും, പിന്നെ ഇവരെ വിഘ്നജ്യോതിന്റെ സൈറ്റ് കിട്ടും, പിന്നെ ലീവ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് കിട്ടും. വേറെ കിട്ടുമെന്നൊന്നും അറിയില്ല നമുക്ക്. എന്തായാലും ഫേസ്ബുക്ക് അങ്ങനത്തെ സോഷ്യൽ മീഡിയ ഒന്നും കിട്ടൂല, യൂട്യൂബ് ഒന്നും കിട്ടൂല, പിന്നെ എന്റർടൈൻമെന്റ് സൈറ്റ് ഒന്നും കിട്ടൂല. അപ്പൊ ഈ ലീവ് അപ്ലൈ ചെയ്യാൻ ഈ 500 MB 100 മതി ലീവ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ 500 MB പൈസ നമ്മളെടുത്ത് ഈടാക്കിയിട്ട് നമുക്ക് വരും 5 MB സർവീസ് ഒരു തരുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ്. അത് എന്നാൽ ഇപ്പൊ എനിക്ക് വലിയ പിടിയൊന്നുമില്ല, ഒന്നും നടക്കുന്നൊന്നും കാണുന്നില്ല. പിന്നെ ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു. ആദ്യ പ്ലേസ്മെന്റിന് പൈസ ഇക്കൊല്ലം നമ്മുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞാല് ഈ 4th ഇയറിലാണ് നമുക്ക് പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ കിട്ടിയിട്ട് നമ്മൾ അവിടുന്ന് പോകും. അതും പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ ടോപ്പ് റാങ്കിൽ വന്നാൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുകയില്ല. എല്ലാ കുട്ടികൾക്കും പൈസ ഇതാക്കുന്നില്ല, എന്നാലും ടോപ്പ് റാങ്കിൽ കിട്ടിയവർക്ക് കോളേജ് പ്ലേസ്മെന്റ് തരുള്ളൂ. അപ്പൊ ഈ 4 കൊല്ലം പൈസ മേടിച്ചിട്ട് ഈ 4ാമത്തെ കൊല്ലം മാത്രം പ്ലേസ്മെന്റ് തന്നെയായിരുന്നു. അതായത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിനൊന്നും എന്തായാലും പ്ലേസ്മെന്റ് കിട്ടിയിട്ട് ആരും വിടാനൊന്നും കഴിയില്ല. എന്നാൽ ഈ ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും പ്ലേസ്മെന്റ് പൈസ മേടിക്കേണ്ട ആവശ്യമില്ല, 4th ഇയറിൽ മാത്രം മേടിച്ചാൽ പോരെ. അത് വേറെ കാര്യം. പിന്നെ ക്യാമ്പസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ അവിടെ ഇത് ഇപ്പം എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ക്യാമ്പസ് ഓട്ടോമേഷൻ പറഞ്ഞിട്ട് 550 രൂപ വേറെ തന്നെ എടുത്തിട്ടുണ്ട്. ഈ 500 ക്യാമ്പസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒന്നും തിരിഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യമാണ്, ഇത് പുതിയതാകും. PTAC 100 രൂപ 2 PTA ഈ 2 കൊല്ലത്തിൽ ഉണ്ടായി. അത് ഈ PTA എന്തിനാണ് ഫീ എടുക്കുന്നത്? ഫസ്റ്റ് കൊല്ലം ചായയും കടിയും ഉണ്ടായി. 100 രൂപേന്റെ ചായയും കടിയാകുമ്പോൾ ഒരു സമോസയും ഒരു 8 രൂപേന്റെ സമോസയും ഒരു 10 രൂപേന്റെ ചായയും. ഇക്കൊല്ലം അച്ഛൻ പറഞ്ഞു, അച്ഛൻ ചായ കുടിക്കാനായിട്ടാ പോയിന്, അതും കിട്ടിയില്ല. ഇക്കൊല്ലം ചായയും ഉണ്ടായിട്ട്.
അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് 89,250 ആണ് പൈസ വരുന്നത്. ഇതുകൂടാതെ നമുക്ക് ബസ് ഫീസും അടക്കേണ്ടതുണ്ട്. ബസ് ഫീസിൽ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ട് ഇക്കൊല്ലം 300 റുപ്യ അധികം മേടിച്ചിന്. എന്നിട്ട് അത് പോയി കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അത് കംപ്ലൈന്റ് അല്ല, അത് നമ്മൾ ചോദിക്കാൻ പോയി എന്തിനും 300 റുപ്യ അധികം മേടിച്ചു. അന്നേരം പറഞ്ഞു പുതിയതായിട്ടൊരു ബസ് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ പൈസ ഈടാക്കുക. ഈ പുതിയതായിട്ട് ബസ് കൊണ്ടുവരുന്ന നമ്മളെ പൈസക്കാണ്. അപ്പൊ ഇവരിന് ഇൻട്രസ്റ്റ് ഈ 1 ലക്ഷം നമ്മൾ ആ സത്യമുള്ള അടിച്ചത്, അതിന്റെ ഇൻട്രസ്റ്റ് ഇവർ കിട്ടുന്നുണ്ട്. അതൊന്നും ഇവർക്ക് പുതിയ ബസ് മേടിക്കാൻ കഴിയണ്ടേ. ഈ പുതിയ ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ എല്ലാവരും സീറ്റിലിരുന്നിട്ട് പോകുന്ന തരത്തിൽ കേട്ടാല് ഒരാളെ മടിയിൽ 2 ആളൊക്കെ ഇരുന്നിട്ട് പോകേണ്ട അവസ്ഥയാണ് നമുക്ക് ബസ്സിൽ വരുന്നത്. എന്നിട്ട് അവര് ഇക്കൊല്ലം 300 റുപ്യ അധികം മേടിച്ചിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മളെ ഈ ജയിലിലെ അവസ്ഥ. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചിന്തിക്കുക.